ഇന്ന് നമ്മൾ എർത്ത് ഫോൾട്ടിനെ പറ്റിയും എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ ഡിവൈസസിനെ പറ്റിയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ എർത്ത് ലീക്കേജ് റിലേ ആൻഡ് എർത്ത് ഫോൾട്ട് റിലേ പ്രൊട്ടക്ഷൻ, ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. ഇവിടെ നമുക്ക് ഡിഫറൻസ് എന്ന് പറയാൻ പറ്റുമോ അറിയില്ല, കാര്യം രണ്ടും എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ആപ്ലിക്കേഷൻ വൈസ് എർത്ത് ലീക്കേജ് റിലേ എവിടെയാണ് ഉപയോഗിക്കുന്നത്, എവിടെയാണ് എർത്ത് ഫോൾട്ട് റിലേ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് എർത്ത് ഫോൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്? അപ്പം ഒരു ഇൻസ്റ്റലേഷൻ ഫോൾട്ട് സംഭവിക്കുമ്പോൾ ഉപകരണങ്ങളെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ. ഉപകരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ മോട്ടോർ അല്ലെങ്കിൽ ജനറേറ്റർ. നമുക്കറിയാം, നമുക്ക് ഒരു സിംഗിൾ ഫേസ് നെറ്റ്വർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലൂടെ കടന്നു വരുന്ന കറണ്ട് ലോഡിലൂടെ തിരിച്ച് ന്യൂട്രലിലൂടെ ട്രാൻസ്ഫോമറിൽ എത്തുമ്പോഴാണ് നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത്, നമ്മുടെ ലോഡ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ ലൈവ് കണ്ടക്ടർ എർത്തുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫോൾട്ട് ഉണ്ടായി, ഒരു കറണ്ട് ഫോൾട്ട് കറണ്ട് ഗ്രൗണ്ടിലൂടെ, അതായത് നമ്മുടെ എർത്തിലൂടെ തിരിച്ച് ട്രാൻസ്ഫോമറിന്റെ ന്യൂട്രലിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഫോൾട്ട് കറണ്ടിനെ എങ്ങനെ നമുക്ക്, ഫോൾട്ട് കറണ്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ എക്യുപ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാം, ഇതാണ് നമ്മുടെ എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ റിലേ അല്ലെങ്കിൽ എർത്ത് ലീക്കേജ് റിലേ ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എർത്ത് ഫോൾട്ട് റിലേ എന്ന് പറയുന്നത് ബേസിക്കലി എക്യുപ്മെന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഉപകരണങ്ങൾ ട്രാൻസ്ഫോമർ ജനറേറ്റർ അല്ലെങ്കിൽ മോട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എർത്ത് ഫോൾട്ട് റിലേ. അതേസമയത്ത് നമുക്ക് എർത്ത് ലീക്കേജ് റിലേ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഹ്യൂമൻ അല്ലെങ്കിൽ ആനിമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യനോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ, കാര്യം നമുക്ക് ഒരു ചെറിയ മില്ലിയംസ് കറണ്ടേ നമുക്ക് താങ്ങാൻ പറ്റുള്ളൂ അല്ലെ. അതിൽ കൂടുതൽ കറണ്ട് നമ്മുടെ ബോഡിയിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പറഞ്ഞ ബേൺസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് നിന്നുപോയി നമുക്ക് മരണം വരെ സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ലീക്കേജ് കറണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ അപകടങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ലീക്കേജ് കറണ്ടിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു ഫോൾട്ട് മൂലം ഉണ്ടാകുന്ന ലീക്കേജ് കറണ്ടിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എർത്ത് ലീക്കേജ് റിലേസ് എന്ന് പറയുന്നത്. എർത്ത് ലീക്കേജ് റിലേ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് പറഞ്ഞ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകാം. ഒന്ന് ഡയറക്റ്റ് കോണ്ടാക്ട്, അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ലൈവ് കണ്ടക്ടറിൽ തൊടുകയാണെന്നുണ്ടെങ്കിൽ, പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കാരണവശാലും നമ്മൾ തൊടുകയോ പിടിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലൂടെ കറണ്ട് എർത്തിലേക്ക് പോയി അതുവഴി ട്രാൻസ്ഫോമറിന്റെ ന്യൂട്രലിലേക്ക് പോകും, സർക്യൂട്ട് കംപ്ലീറ്റ് ആകും, നമുക്ക് ഷോക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് വരാത്ത വണ്ണം നമ്മുടെ ഇപ്പോൾ വയേഴ്സ് എടുക്കുകയാണെങ്കിൽ അതൊരു ഇൻസുലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പാനൽ ബോർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബസ് ബാസ് നമ്മൾ ഓൾറെഡി സ്ലീവ് ചെയ്തിട്ടുണ്ട് അല്ലെ, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലീവ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് വരാത്തക്ക രീതിയിൽ നമ്മൾ ഫേസ് ബാരിയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാരണവശാലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ലൈവ് കണ്ടക്ടറിനെ സ്പർശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോൾട്ട് കറണ്ട് നമ്മളിലൂടെ എർത്തിലോട്ട് ഒഴുകും, നമ്മൾക്ക് അപകടം സംഭവിക്കുകയും ചെയ്യും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ ഇന്നിപ്പം പറഞ്ഞ കണക്ക് ഒരു മോട്ടറിന്റെ ഇപ്പൊ ഒരു ഇൻസുലേഷൻ ഫോൾട്ട് മൂലം, അതായത് മോട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വയറിന്റെ ഒരു ഇൻസുലേഷൻ ഫോൾട്ട് മൂലം അതിന്റെ ബോഡിയിലേക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബോഡിയിലേക്ക് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറ്റുക? നമ്മൾ വഴി എർത്തില്, അതായത് നമ്മൾ വഴി നമുക്ക് ഷോക്ക് അടിക്കുക, അതായത് നമ്മൾ വഴി എർത്തിലേക്ക് പോയി ആ ലീക്കേജ് കറണ്ട് അല്ലെങ്കിൽ ആ ഫോൾട്ട് കറണ്ട് ട്രാൻസ്ഫോമറിന്റെ ന്യൂട്രലിലേക്ക്, എർത്ത് വഴി, കാര്യം ട്രാൻസ്ഫോമറിന്റെ ന്യൂട്രൽ എർത്ത് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ ആ ട്രാൻസ്ഫോമറിന്റെ ന്യൂട്രൽ വഴി ട്രാൻസ്ഫോമറിലേക്ക് എത്തുകയും നമുക്ക് ഷോക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലൈനിലേക്ക് ടച്ച് ചെയ്യുകയല്ല ചെയ്യുന്നത്, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ഇൻസുലേഷൻ ഫോൾട്ട് മൂലം നമ്മളെ എക്യുപ്മെന്റിനെ പ്രവർത്തിപ്പിക്കാനോ മറ്റോ നമ്മൾ അതിലേക്ക് തൊടുമ്പോഴത്തേക്ക് നമ്മൾ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് മൂലം നമുക്ക് അനുഭവപ്പെടുന്ന ഷോക്കിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെപ്പറ്റി ഈ എന്തുമാത്രം കറണ്ട് നമ്മുടെ മനുഷ്യരിലൂടെ കടന്നു പോകുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് അറിയാവുന്ന കേസാണ്. അപ്പൊ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1ഉം 2ഉം സോൺ വരെയാണ് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് അതായത് ഒരു 30 മില്ലിയാംസ് വരെ കറണ്ട് നമ്മുടെ ശരീരത്തിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അപകടം ഉണ്ടാവും. പക്ഷേ ഒരു 30 മില്ലിയാംസ് വരെ കറണ്ട് കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ ആ പറഞ്ഞ കണക്ക് ആ ഫോൾട്ട് ഡിസ്കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും അല്ലെ. അപ്പൊ ഒരു 30 മില്ലിയാംസ് വരെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ കടന്നു പോയാൽ നമുക്കൊരു അപകടം ഉണ്ടാക്കാത്ത വിധമുള്ള കറണ്ടിന്റെ അളവ് എന്ന് പറയുന്നത് 30 മില്ലിയാംസ് ആണ്.
അതുപോലെ തന്നെ ഫ്രീക്വൻസിക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടും ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഈ കറണ്ടിന്റെ കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്ന 50 ഹെർട്സ് ആണ്, അല്ല നമ്മുടെ സപ്ലൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. അപ്പോ ഈ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ട് കറണ്ടിന്റെ ത്രഷോൾഡിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരു 50 ഹെർട്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് 0.5 മില്ലി ആംസ് വരെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്നതെങ്കിൽ നമുക്ക് ഒരു തരിപ്പുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അറിയാം, അതായത് ഒരു ഷോക്ക് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ലീക്കേജ് ഉണ്ട്, നമ്മൾ പറയും എർത്ത് അടിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയാം അല്ലെ. അപ്പൊ നമുക്കത് അറിയാൻ പറ്റും, തൊടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അതാണ് നമ്മുടെ പെർസെപ്ഷൻ. നമുക്ക് അവിടെ ഒരു ലീക്കേജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കറണ്ടിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാകും. അപ്പൊ അതിനെയാണ് നമ്മൾ ഒരു 0.5 മില്ലി ആംസ് വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു തരിപ്പോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു നമ്മുടെ നാട്ടിലൊക്കെ തൊടുവാണെങ്കിൽ ഒരു പുളിപ്പോ ഒക്കെ ഉണ്ടാവും. അതേസമയം 10 മില്ലി ആംസ് കറണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം, നമ്മൾ തൊടുമ്പോഴത്തേക്ക് നമ്മൾ കൈ പെട്ടെന്ന് പിൻവലിക്കും അല്ലെ, ഒരു റിഫ്ലക്സീവ് ആക്ഷൻ ഉണ്ടാകും, ലെറ്റ് ഗോ കറണ്ട് ആണ്. അപ്പൊ ഒരു 10 മില്ലി ആംസ് വരെ ഒക്കെയാണ് നമ്മുടെ ലീക്കേജ് കറണ്ട് നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ നമ്മളിപ്പോ തൊടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈ പറഞ്ഞ നമുക്കൊന്ന് ഒരു ഒരു റിഫ്ലക്സ് ആക്ഷൻ വഴി നമ്മളെ കൈ വലിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പിൻവലിക്കാനോ ഒക്കെ പറ്റുന്ന രീതിയിലുള്ള കറണ്ടാണ്. അതായത് 10 മില്ലി ആംസ് വരെ നമുക്കത് പിൻവലിക്കാൻ പറ്റും. നമുക്കൊരു അപകടം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ നമുക്കത് പിൻവലിക്കാനോ പറ്റും. അതേസമയത്ത് ഒരു 40 മില്ലി ആംസ് കറണ്ട് നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ അതുപോലെ റിഫ്ലക്സ് ആക്ഷൻ, നമുക്ക് കൈ വലിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോൺ ലെറ്റ് ഗോ കറണ്ട് ആണ്, നമ്മൾ വിടത്തില്ലത്. നമ്മൾ പറയത്തില്ലേ കറണ്ട് അടിച്ച് പിടിച്ചിരിക്കുകയാണെന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ ഒരു 30 മില്ലി ആംസിന്റെ മേളിൽ കറണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റിഫ്ലക്സ് ആക്ഷനോ മറ്റോ വഴി നമ്മുടെ കൈ നമുക്ക് പിൻവലിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും കറണ്ട് നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ വെൻട്രിക്കുലർ ഫൈബ്രിലേഷൻ വരെ സംഭവിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് മസിൽസിനെ അഫക്ട് ചെയ്തിട്ട് ഹൃദയം രക്തം പമ്പ് ചെയ്യാത്ത രീതിയിലാകാം, ഒരു കാർഡിയക് അറസ്റ്റ് ഉണ്ടാകാം, നമ്മൾ ബോധം കെട്ട് താഴെ വീഴാം. അപ്പോൾ അങ്ങനെ നമുക്ക് അപകടം എന്ന് വെച്ചാൽ മരണം വരെ സംഭവിക്കാം. അപ്പോൾ ഒരു 30 മില്ലി ആംസ് കറണ്ട് ആണ് നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകാൻ, എന്ന് വെച്ചാൽ 30 മില്ലി ആംസിന്റെ മുകളിൽ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അപകടം ഉണ്ടാകാം. അതുപോലെ 30 മില്ലി ആംസ് കറണ്ട് കടന്നു പോയാൽ തന്നെ എത്ര സമയം അത് കടന്നു പോകാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കണക്ട് ചെയ്യുന്ന ഇത്ര സമയത്തിനുള്ളിൽ ഡിസ്കണക്ട് ചെയ്താൽ നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ. അല്ലാണ്ട് കടന്നു പോകുന്ന കറണ്ടിന്റെ അളവ് ചെറുതാണെന്ന് നമ്മൾ രക്ഷപ്പെടണമെന്നില്ല. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ കണക്ക് ഈ എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ ഡിവൈസസ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെൻസ് ചെയ്തിട്ട് ആ ട്രിപ്പ് ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിനെ ട്രിപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എത്ര സമയത്തിനുള്ളിൽ നമ്മൾ ട്രിപ്പ് ചെയ്യണം? അപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ ഒരു 230 to 400 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ, ഇൻ ബിറ്റ്വീൻ 230 to 400 ആണെന്നുണ്ടെങ്കിൽ എ സി കറണ്ട് ആണെങ്കിൽ 0.2 സെക്കൻഡിനുള്ളിൽ ഡിസ്കണക്ട് ആവണം. 120 to 230 ആണെങ്കിൽ 0.4 സെക്കൻഡ്, അതായത് 0.2 to 0.4 സെക്കൻഡിനുള്ളിൽ ഡിസ്കണക്ട് ആയാൽ മാത്രമേ നമ്മൾ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടത്തുള്ളൂ. അതായത് നമുക്കൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ആക്സിഡന്റിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ 0.2 to 0.4 സെക്കൻഡിനുള്ളിൽ ഈ സർക്യൂട്ട് ഡിസ്കണക്ട് ആകണം. ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ എർത്ത് ലീക്കേജ് റിലേ അല്ലെങ്കിൽ എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ ഡിവൈസസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കറിയാം ഒരു 3 ഫേസ് ബാലൻസ്ഡ് നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് ബാലൻസ്ഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടർ ഒരു ബാലൻസ്ഡ് എക്യുപ്മെന്റ് ആണ് അല്ലെ. അതായത് 3 ഫേസിലൂടെയും ഒരേ രീതിയിൽ, അതായത് 3 ഫേസിലൂടെയും ഒരേ വോൾട്ടേജ്, 3 ഫേസിലൂടെയും ഒരേ കറണ്ട്, അങ്ങനെയുള്ളതിനാണ് നമ്മൾ പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് നെറ്റ്വർക്ക് നമ്മൾ പറയുന്നത്. 3 ഫേസിൽ ഒരേ വോൾട്ടേജ് ആണ്, 3 ഫേസിലൂടെ ഒഴുകുന്നത് ഒരേ കറണ്ടാണ്, ലോഡ് എടുക്കുന്നത് ഒരേ കറണ്ടാണ്. അപ്പൊ അതിനാണ് നമ്മൾ പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കണ്ടീഷനിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് നെറ്റ്വർക്കിൽ നമ്മൾ ഒരു ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജിന്റെ 3 വോൾട്ടേജും കൂടെ കൂട്ടി നോക്കുവാണെങ്കിൽ വരുന്ന അതിന്റെ സം എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ തന്നെ 3 ഫേസിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ സമ്മേഷനും 0 ആണ് അല്ലെ. അതായത് ഇതാണ് നമ്മുടെ കിർച്ചോഫിന്റെ കറണ്ട് ലോ പറയുന്നത്. ഒരു നോഡിലേക്ക് വരുന്നതും പോകുന്നതുമായ കറണ്ടിന്റെ ആകത്തുക ആൾജിബ്രയ്ക്ക് സമ്മ് നമ്മൾ കൂട്ടുവാണെങ്കിൽ 0 ആണ് വരുന്നത്. അപ്പോ ഒരു പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ 3 കറണ്ടിന്റെയും സമ്മ് 0 ആണ്. ഇനി അൺബാലൻസിങ് ഉണ്ടെങ്കിൽ, അതായത് സിംഗിൾ ഫേസിലൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് 3 ഫേസിലൂടെ നമ്മൾ എടുക്കുന്ന കറണ്ടിന്റെ അളവിൽ വ്യത്യാസമുണ്ട്, ഒരു അൺബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിസൾട്ടന്റ് കറണ്ട് ന്യൂട്രലിലൂടെ ഒഴുകും. അത് നമുക്കറിയാം. അപ്പൊ ന്യൂട്രലിലൂടെ ഒഴുകുന്ന ഈ ഒരു അൺബാലൻസ്ഡ് ഇലക്ട്രിക് സിസ്റ്റത്തിൽ ന്യൂട്രൽ കറണ്ടിന്റെ അളവിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ ഇക്വേഷൻ വഴി നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ ഈ ഇംബാലൻസ് മൂലം ഉണ്ടാകുന്ന കറണ്ട് ഏതുവഴിയാണ് പോകുന്നത്? ന്യൂട്രലിലൂടെ പോകും. അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ കണക്ക് 3 ഫേസ് കറണ്ടും ന്യൂട്രൽ കറണ്ടും നോക്കുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ഈ ഒരു തത്വമാണ് നമ്മൾ
എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ ഡിവൈസസിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ കണ്ടീഷൻ നോക്കുക, നമ്മൾ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് നോക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി 3 ഫേസിലൂടെ വരുന്ന കറണ്ട് അതുവഴി തന്നെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് പോകുക, തിരിച്ച് ട്രാൻസ്ഫോമറിലേക്ക് പോവുകയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എർത്ത് ഫോൾട്ട് മൂലം അല്ലെങ്കിൽ ഇവിടെ ഒരു ഇൻസുലേഷൻ ഫോൾട്ട് മൂലം ഒരു ചെറിയ അളവ് കറണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഭാഗം കറണ്ട് നമ്മളിലൂടെ എർത്തിലായി ആ എർത്ത് വഴി, അതായത് അതുവഴി ട്രാൻസ്ഫോമറിലേക്ക് പോകും. അതായത് തിരിച്ച് ഫേസിലൂടെ അല്ലെങ്കിൽ ന്യൂട്രലിലൂടെ അല്ല തിരികെ ഒഴുകുന്നത്, പകരം നമ്മളുടെ ബോഡിയിലൂടെ ആണ് തിരിച്ച് ന്യൂട്രലിലേക്ക്, അതായത് ട്രാൻസ്ഫോമറിന്റെ ന്യൂട്രലിലേക്ക് പോകുന്നത്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്കിപ്പോ ഒരു നെറ്റ്വർക്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബാലൻസ് നെറ്റ്വർക്കിലാണെന്നുണ്ടെങ്കിൽ 3 ഫേസിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ അളവ് 0 ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്മ നോക്കുകയാണെങ്കിൽ 0 ആണ്. അതേസമയത്ത് ഒരു അൺബാലൻസ്ഡ് നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ 3 ഫേസിലൂടെയും ന്യൂട്രലിലൂടെയും ഒഴുകുന്ന കറണ്ടിന്റെ അളവിന്റെ ആകെത്തുക എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോർ ബാലൻസ്ഡ് CT ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ഫേസിലൂടെ ഒഴുകുന്ന കറണ്ടും തിരിച്ച് ന്യൂട്രലിലൂടെ പോകുന്ന കറണ്ടും എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അളവ്, ഇതിന്റെ ആകെത്തുക എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഈ കോർ ബാലൻസ് CTയിലൂടെ നമ്മൾ ഇതിന്റെ സെക്കൻഡറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സെക്കൻഡറിയിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവത്തില്ല. കാര്യം ഇവിടെ എന്തെങ്കിലും ഒരു ഇംബാലൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഇംബാലൻസിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു കറണ്ടാണ് അതിന്റെ സെക്കൻഡറിയിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് എന്തെങ്കിലും ഒരു കറണ്ട്, അതായത് കറണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫേസിലൂടെ വരുന്ന കറണ്ട് ഫേസിലൂടെ അല്ലെങ്കിൽ ന്യൂട്രലിലൂടെ അല്ലാതെ നമ്മളുടെ ബോഡിയിലൂടെ കറണ്ട് എന്താ പറയുന്ന എർത്തിലൂടെ ന്യൂട്രലിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ ഒരു ലീക്കേജ് ഉണ്ടായി അല്ലെ, കുറച്ച് കറണ്ട് നമ്മൾ വഴി എർത്തിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ കറണ്ടിന്റെ അളവ് നമ്മുടെ എർത്ത് ലീക്കേജ് ഡിവൈസസിന്റെ നമുക്കൊരു സെൻസിറ്റിവിറ്റി നമ്മൾ പറയാം അല്ലെ, 10 മില്ലിയാംസ്, 30 മില്ലിയാംസ്, അല്ലെങ്കിൽ 50 മില്ലിയാംസ്, 100 മില്ലിയാംസ്, 300 മില്ലിയാംസ്, അങ്ങനെ നമ്മൾ സെൻസിറ്റിവിറ്റി പറയുന്നുണ്ട്. അപ്പൊ എത്രയാണോ നമ്മൾ അതിന്റെ സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ നമ്മൾ 30 മില്ലിയാംസ് ആണ് അതിന്റെ സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഡിഫറൻസ് ഇൻ കറണ്ട് 30 മില്ലിയാംസിന് മേളിലാവുമ്പോഴത്തേന് നമ്മുടെ RCD അല്ലെങ്കിൽ റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസ് ട്രിപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ സർക്യൂട്ടിനെ ഡിസ്കണക്ട് ചെയ്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫേസിലൂടെ ഒരു 5 ആംസ് കറണ്ട് വരുന്നെന്ന് വെക്കുക. അപ്പൊ അത് ന്യൂട്രലിലൂടെ തിരിച്ച് 5 ആംസ് കറണ്ട് തിരികെ പോകണം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ആ സമ്മേഷൻ എന്ന് പറയുന്നത് 0 ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ടച്ച് ചെയ്യുന്നത് മൂലം ഒരു ചെറിയ അളവ് കറണ്ട്, ഒരു 30 മില്ലി ആംസ് നമ്മളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അപ്പൊ ഒരു 5 ആംസിലെ 4.7 ആംസേ തിരിച്ചു പോകത്തുള്ളൂ. ബാക്കി 30 മില്ലി ആംസ് നമ്മൾ വഴിയാണ് എർത്തായി പോകുന്നത് അല്ലെ, എർത്തിലൂടെയാണ് ന്യൂട്രലിലേക്ക് പോകുന്നത്. അപ്പോ ഈ ഡിഫറൻസ് ഇൻ കറണ്ടിന്റെ അളവ് 30 മില്ലി ആംസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യും, RCD ഡിവൈസ് അത് സെൻസ് ചെയ്തിട്ട് ട്രിപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ ഈ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കോർ ബാലൻസ് CT ഉപയോഗിക്കുന്നത്. നമ്മൾ CBCT എന്ന് പറയും, കോർ ബാലൻസ്ഡ് കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയും. ഇതൊരു സമ്മേഷൻ CT ആണ്. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട്, അതായത് ഇതിലൂടെ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ ഫേസ് കറണ്ട് നമുക്ക് ഇങ്ങോട്ടും വരുന്നുണ്ട്, തിരികെ പോകുന്നുണ്ട് അല്ലെ, വരുന്ന അതേ അളവ് കറണ്ട് തന്നെയാണ് തിരികെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ സം എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഇൻ കേസ് ഒരു എർത്ത് ലീക്കേജ് മൂലം എന്തെങ്കിലും കറണ്ട് നമ്മളിപ്പം ഒരു എർത്ത് ഫോൾട്ട് മൂലം അത് ആ വഴി നമ്മൾ ഈ പറഞ്ഞ കണക്ക് വേറെ ഏതെങ്കിലും വഴി എർത്തിലൂടെ ന്യൂട്രലിലേക്ക്, ട്രാൻസ്ഫോമറിന്റെ ന്യൂട്രലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ ലീക്കേജ് കറണ്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആനുപാതികമായിട്ട് ഇതിന്റെ സെക്കൻഡറിയിൽ ഒരു കറണ്ട് ഉണ്ടാവുകയും ഈ കറണ്ടിനെ നമ്മൾ മെഷർ ചെയ്തുകൊണ്ട് നമ്മുടെ സെൻസിറ്റിവിറ്റിക്ക് മേളിലാണ് ഈ പറഞ്ഞ ഈ ഒരു ഫോൾട്ട് കറണ്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ RCD നമ്മുടെ സർക്യൂട്ടിനെ ട്രിപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ ഡിവൈസസ് പല ടൈപ്പ് ഉണ്ട്. നമുക്കറിയാം RCCB, റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞിട്ട്. RCCB എന്ന് പറയുന്നത് സർക്യൂട്ട് ബ്രേക്കർ പ്ലസ് അതിനകത്ത് തന്നെ ഈ പറഞ്ഞ അത് സെൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അത് ഡിറ്റക്ട് ചെയ്യുന്നു, മെഷർ ചെയ്യുന്ന കാര്യം. അതിനകത്ത് തന്നെ നമുക്കൊരു കോർ ബാലൻസ് CT ഉണ്ട്. അപ്പൊ അത് തന്നെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്, അത് തന്നെ സെൻസ് ചെയ്തിട്ട് അത് തന്നെയാണ് സർക്യൂട്ടിനെ ട്രിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്റഗ്രേറ്റഡ് പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ തരുന്നത്. അതായത് സെൻസിങ്, ഈ പറഞ്ഞ ഡിറ്റക്ഷനും മെഷർമെന്റും ബാക്കി ഡിസ്കണക്ഷനും എല്ലാം ചെയ്യുന്നത് ഈ RCCB തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റഗ്രേറ്റഡ് പ്രൊട്ടക്ഷൻ തരുന്നതാണ് നമ്മുടെ RCCB എന്ന് പറയുന്നത്. അതുപോലെ MCCB എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇലക്ട്രോണിക് ട്രിപ്പ് യൂണിറ്റ് വരുന്നുണ്ട്. അതായത് എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷനും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിക് ട്രിപ്പ് യൂണിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത് കണക്ക് ആഡ്-ഓൺ മൊഡ്യൂൾ, എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ആഡ്-ഓൺ മൊഡ്യൂൾ നമുക്ക് ഈ MCCBയുടെ കൂട്ടത്തിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. പിന്നെ അല്ലെങ്കിൽ ACB, ഇപ്പം 125 ആംസ് വരെയാണ് നമുക്ക് RCCB വരുന്നത് അല്ലെ.
അപ്പൊ 125 ആംസ് വരെയാണ് നമുക്ക് RCCB അവൈലബിൾ ആകുന്നത്. ഇപ്പൊ നമ്മുടെ സർക്യൂട്ട് അതിനേക്കാളും കൂടുതലാണ് നമുക്ക് സർക്യൂട്ട് ബ്രേക്കർ എന്നുണ്ടെങ്കിൽ നമുക്ക് MCCBയിലേക്ക് പോകാം. അപ്പം MCCB എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 630 800 വരെയാണ് യൂഷ്വലി വരുന്നത്. 3200 ആംസ് വരെ നമുക്ക് MCCB യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നോർമലി നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 630 അല്ലെങ്കിൽ 800 ആംസ് വരെയാണ് നമ്മൾ മാക്സിമം MCCB യൂസ് ചെയ്യുന്നത്. അതിന്റെ മുകളിലേക്ക് നമ്മൾ സാധാരണ ഇതിൽ ACB ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ MCCBയിൽ നമുക്ക് ആഡ് ഓൺ ആയിട്ട് എർത്ത് ലീക്കേജ് കൊടുക്കാം. അപ്പോൾ ഇത് എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ നമുക്ക് തരും. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇപ്പൊ 800 ആംസിന് മേളിലേക്കാണെങ്കിൽ നമ്മൾ യൂഷ്വലി ACB ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ACBയുടെ ട്രിപ്പിംഗ് യൂണിറ്റിലും ഈ പറഞ്ഞ എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ ഉള്ള ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോണിക് ട്രിപ്പിംഗ് യൂണിറ്റ് ഉണ്ട്. ഇനി ഇതൊന്നും അല്ല, ഇതിന് ഇന്റഗ്രേറ്റഡ് പ്രൊട്ടക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് MCCBക്കോ ACBക്കോ അങ്ങനെ ഇന്റഗ്രേറ്റഡ് പ്രൊട്ടക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കണക്ക് എർത്ത് ലീക്കേജ് റിലേസ് യൂസ് ചെയ്യാം. അപ്പൊ ഈ എർത്ത് ലീക്കേജ് റിലേസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ട് പാർട്ട് വരുന്നുണ്ട്. എർത്ത് ലീക്കേജ് റിലേയും വരുന്നുണ്ട്, നമുക്ക് ഈ പറഞ്ഞ കോർ ബാലൻസ് CTയും വരുന്നുണ്ട്, CB വരുന്നുണ്ട്, ഈ സമ്മേഷൻ CTയും വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ നമ്മുടെ ഈ കേബിളിലേക്ക് നമ്മൾ ഇടും, ഈ എർത്ത് ലീക്കേജ് റിലേയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. അപ്പൊ എർത്ത് ലീക്കേജ് റിലേയിലാണ് ഇവിടെയാണ് നമ്മുടെ ഡിറ്റക്ഷൻ വരുന്നത്. ഇത് സെൻസ് ചെയ്തിട്ട് ഈ കറണ്ട് സെറ്റ് ചെയ്തേക്കുന്ന കറണ്ടിനനുസരിച്ചിട്ട് എർത്ത് ലീക്കേജ് റിലേ സർക്യൂട്ട് ബ്രേക്കറിനെ ട്രിപ്പ് ചെയ്യും. അപ്പൊ ഇതാണ് എർത്ത് ലീക്കേജിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ നമുക്കറിയാം എർത്ത് ലീക്കേജ് എന്ന് പറയുന്നത് നമുക്ക് ഹ്യൂമൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് യൂഷ്വലി നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ 30 മില്ലിയാംസ് ആണ്. 30 മില്ലിയാംസിന്റെ മേളിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പ്രതിരോധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 30 മില്ലിയാംസിന്റെ താഴെ 30 മില്ലിയാംസ് ആയിരിക്കണം നമ്മളുടെ ഈ പറഞ്ഞ എർത്ത് ലീക്കേജ് ഡിവൈസസിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് 30 മില്ലിയാംസ് ആയിരിക്കണം. അതായത് ഹ്യൂമൻ പ്രൊട്ടക്ഷന് നിർബന്ധമായിട്ട് 30 മില്ലിയാംസ് ആയിരിക്കണം നമ്മുടെ ഈ പറഞ്ഞ സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ നെറ്റ്വർക്കിൽ ചില ഡിസ്റ്റർബൻസസ് ഉണ്ടാകാം. ഇപ്പൊ ഉദാഹരണം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കേബിളിൽ നമ്മൾ പറയാം, കേബിളിൽ സ്ട്രേ കപ്പാസിറ്റൻസ് പറയാം അല്ലെ. ഈ കേബിളിൽ ഈ പറഞ്ഞ ഒരു സ്ട്രേ കപ്പാസിറ്റൻസ് ഉണ്ടാകും. അപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലീക്കേജ് കറണ്ട് ഈ സ്ട്രേ കപ്പാസിറ്റൻസ് മൂലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കപ്പാസിറ്ററായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ കേബിളും ഈ പറഞ്ഞ അതിന്റെ ആർമർ ബാക്കി ഈ പറഞ്ഞ ഇൻസുലേഷൻ എല്ലാം ചേർന്നിട്ട് അവിടെ ഒരു കപ്പാസിറ്റൻസ് ഫോം ചെയ്തിട്ട് ഇതുവഴി ഒരു സ്ട്രേ കപ്പാസിറ്റൻസ് വഴി ഒരു എർത്ത് ലീക്കേജ് കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകും. ഒരു ഇപ്പൊ നമ്മളിപ്പം ഒരു ലോങ് റൺ UG കേബിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അണ്ടർഗ്രൗണ്ട് കേബിൾ വലിയ ലെങ്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത് പറഞ്ഞ നല്ല രീതിയിൽ ലീക്കേജ് കറണ്ട് ഉണ്ടാവും. അതും ഒന്നിലധികം UG കേബിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതും ഈ പറഞ്ഞ കിലോമീറ്ററോളം ഒക്കെ നീണ്ടുപോകുന്ന നെറ്റ്വർക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലീക്കേജ് കറണ്ട് ഉണ്ടാവും. അപ്പൊ ഇവിടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു എർത്ത് ലീക്കേജിന്റെ കണ്ടീഷൻ ഇല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ ചില സമയത്ത് നമ്മുടെ ഈ ടോട്ടൽ എർത്ത് ലീക്കേജ് സം ഓഫ് ഈ പറഞ്ഞ സ്ട്രേ കപ്പാസിറ്റൻസ് ഒക്കെ മൂലം ഉണ്ടാകുന്നത്. അത് ഇത് മാത്രമല്ല കേട്ടോ, സ്ട്രേ കപ്പാസിറ്റൻസ് മാത്രം കൊണ്ടല്ല, നമ്മുടെ ലോഡിനുണ്ടാകുന്ന ഈ പറഞ്ഞ ലീക്കേജ് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് എഫക്ട് മൂലം അല്ലെങ്കിൽ ഹാർമോണിക്സ് മൂലം ഉണ്ടാകുന്ന, നമ്മൾ നേരത്തെ ഹാർമോണിക്സിന്റെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാർമോണിക്സ് മൂലം ഉണ്ടാകുന്ന ഈ പറഞ്ഞ കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി കമ്പോണന്റ് മൂലം ഉണ്ടാകുന്ന ഈ കറണ്ട് ഫ്ലോ, ഇതിനെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഒരു RCCB അതിനൊരു എർത്ത് ലീക്കേജ് ആയിട്ട് തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ന്യൂസൻസ് ട്രിപ്പ് ചെയ്യും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഫോൾട്ട് ഇല്ല, പക്ഷേ RCCB ട്രിപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ന്യൂസൻസ് ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ന്യൂസൻസ് ട്രിപ്പിങ്ങിനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ സോൺ സെലക്റ്റീവ് ആയിട്ട്, ഇപ്പം കൂടുതലുണ്ട്, ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ അവിടെ ഓൾറെഡി ലീക്കേജ് കറണ്ട് തന്നെ 30 മില്ലിയാംസിന് മേളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ സോൺ വൈസ് ആയിട്ട്, അതായത് ഒന്നിലധികം RCCBs നമ്മൾ നെറ്റ്വർക്കിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒന്നിലധികം RCCB വെച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് RCCB വെച്ച് ഡിഫറെന്റ് സർക്യൂട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹാർമോണിക്സ് ഒക്കെ മൂലം ഉണ്ടാകുകയാണെങ്കിൽ HFI ഹൈ ഫ്രീക്വൻസി ഈ കമ്പോണന്റിനെ ഈ പറഞ്ഞ പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇമ്മ്യൂണൈസ് ഈ പറഞ്ഞ ഹൈ ഫ്രീക്വൻസി HFI അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ഇമ്മ്യൂണൈസ്ഡ് ടൈപ്പ് RCCBs അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ ഹാർമോണിക്സ് മൂലം ഉണ്ടാകുന്ന ഈ ലീക്കേജ് കറണ്ട് മൂലം ഈ ന്യൂസൻസ് ട്രിപ്പിംഗ് ഉണ്ടാകുന്ന നമുക്ക് തടയാൻ പറ്റും. അപ്പൊ ഇതുപോലെ നമുക്ക് ഈ പറഞ്ഞ ലീക്കേജ് കറണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അതിന് ഉള്ള പ്രതിവിധി എന്ന് പറയുന്നത് നമ്മുടെ ഈ എർത്ത് ലീക്കേജ് റിലേ അല്ലെങ്കിൽ എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ ഒഴിവാക്കുക എന്നുള്ളതല്ല, എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടെത്തി നമ്മൾ എങ്ങനെയാണ് അതിനെ ഈ പറഞ്ഞ ഒന്നിലധികം RCCB യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ HFI പോലുള്ള ഈ ഹൈ ഫ്രീക്വൻസി ഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള RCCBs ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് ലീക്കേജ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞത് വഴിയും ഈ മില്ലി ആംസ് അല്ലെങ്കിൽ 30 മില്ലി ആംസ് അങ്ങനെയുള്ള ചെറിയ അളവ് കറണ്ടിനെയാണ് നമ്മളിവിടെ പറഞ്ഞത്.
അതേ സമയത്ത് ഒരു വലിയ ഇൻസ്റ്റലേഷൻ ആകുമ്പോഴത്തേക്കും നമ്മുടെ എക്യുപ്മെന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലീക്കേജ് കറണ്ട് ഒന്നും അവിടെ പ്രശ്നം വരുന്നില്ല. നമ്മൾ അവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്യുപ്മെന്റ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഫയർ പ്രൊട്ടക്ഷൻ ഒക്കെയാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പൊ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹൈ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മില്ലിയാംസിൽ കൂടുതൽ കറണ്ട് നമുക്ക് ചിലപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടന്നു പോകുന്നതിൽ വലിയ കുഴപ്പമുണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ എർത്ത് ഫോൾട്ട് റിലേ എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ല, കുറച്ചും കൂടെ ഹൈ കറണ്ട്, അതായത് എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എക്യുപ്മെന്റ് പ്രൊട്ടക്ഷൻ, ബേസിക്കലി എക്യുപ്മെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എർത്ത് ഫോൾട്ട് റിലേസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ വെച്ച് നമുക്ക് 3 ടൈപ്പ് പറയാം. ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള എർത്ത് ഫോൾട്ട് റിലേസ് ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പ്രൊട്ടക്ഷൻ ആണ്. അതായത് ഒരു എർത്ത് ഫോൾട്ട് സെൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് എർത്ത് ഫോൾട്ട് റിലേ പറഞ്ഞ കണക്ക് നമുക്ക് CT വേണം, സെൻസ് ചെയ്യാനായിട്ട് CT വേണം. അതുപോലെ തന്നെ നമ്മുടെ ഈ സെറ്റിംഗ്സും ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് പ്രോസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെ മെഷർ ചെയ്ത് ഇതിനെ പ്രോസസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിലേ ആണ് ചെയ്യുന്നത്. എന്നിട്ട് റിലേ ആണ് നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിനെ ട്രിപ്പ് ചെയ്യുന്നത്. നമുക്ക് ഇത് ഷണ്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ UV വെച്ചിട്ടോ നമുക്ക് ട്രിപ്പ് ചെയ്യാം. അപ്പോൾ ഈ റിലേ ഒരു കമാൻഡ് കൊടുത്ത് നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിനെ ട്രിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 3 പാർട്ടാണ്. ഒന്ന് മെഷർമെന്റ്, CT വഴി മെഷർ ചെയ്യുന്നു, നമ്മുടെ റിലേ പ്രോസസ് ചെയ്യുന്നു, പ്രോസസ് ചെയ്തിട്ട് ട്രിപ്പിംഗ് കമാൻഡ് കൊടുത്ത് നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിനെ ട്രിപ്പ് ചെയ്യുന്നു. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് എർത്ത് ഫോൾട്ട് റിലേ എന്ന് പറയുന്നത് എന്താണ്? ഇമ്മീഡിയറ്റ് പ്രൊട്ടക്ഷൻ ആണ്. അതായത് സെൻസ് ചെയ്ത് ഒരു എർത്ത് ഫോൾട്ട് സെൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ബ്രേക്കറിനെ ട്രിപ്പ് ചെയ്യുന്നതാണ് ഇൻസ്റ്റന്റേനിയസ് എർത്ത് ഫോൾട്ട് റിലേസ്. ഇൻവേഴ്സ് ടൈം എർത്ത് ഫോൾട്ട് റിലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മോട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇൻറഷ് കറന്റ് ഉണ്ടാവും. അതുപോലെ ട്രാൻസ്ഫോമർ എനർജൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഇൻറഷ് കറന്റ് ഉണ്ടാകാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേബിൾ, ഇപ്പം വലിയ ലെങ്ത് കേബിളാണ് നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഈ പറഞ്ഞ ഒരു ലീക്കേജ് കറന്റ് ഉണ്ടാക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ കറന്റ് ഒന്ന് ചെറുത് ഡിലേ ചെയ്തിട്ട് ട്രിപ്പ് ചെയ്യുക. അതായത് ആ ഫോൾട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഡിലേ, ഇപ്പൊ നമുക്ക് ടൈം ഡിലേ സെറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് മറ്റേ എർത്ത് ലീക്കേജ് റിലേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മറ്റേ നേരത്തെ ഉണ്ടായ കണ്ടീഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ടൈം ഡിലേ കൊടുക്കാം. അതായത് ഫർദർ ആ ഫോൾട്ട് അങ്ങനെ തന്നെ ഉണ്ട്, അതൊരു എർത്ത് ഫോൾട്ട് തന്നെയാണ്, ജെന്യുവൻ എർത്ത് ഫോൾട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു മോട്ടറിന്റെ എനർജൈസേഷൻ, മോട്ടറിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഇൻറഷോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമറിന്റെ എനർജൈസേഷനോ ഒന്നും അല്ല, ഒരു പെർമനന്റ് എർത്ത് ഫോൾട്ട് അവിടെ ഉണ്ട് എന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് ആ ഡിലേക്ക് ശേഷവും ആ ഫോൾട്ട് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രിപ്പ് ചെയ്യുന്ന ടൈപ്പ് റിലേ, അതിനാണ് നമ്മൾ ഇൻവേഴ്സ് ടൈം എർത്ത് ഫോൾട്ട് റിലേസ് എന്ന് പറയുന്നത്. അതായത് കറന്റിന്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ചിട്ടാണ് അതിന്റെ ട്രിപ്പിങ്ങിന്റെ ടൈമും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് എർത്ത് ഫോൾട്ട് റിലേസ് ആണ്. ഇത് യൂഷ്വലി നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫോമർ പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി പ്രൊട്ടക്ഷൻ എന്ന് പറയാം. അതായത് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി തൊട്ട് ഇപ്പൊ നമ്മളിപ്പോ എവിടെയാണ്, മീഡിയം വോൾട്ടേജ് സ്വിച്ച് ഗിയേഴ്സ് ആണ് നമ്മുടെ ട്രാൻസ്ഫോമറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് അല്ലെ. നമ്മുടെ ലോ വോൾട്ടേജ് ACB എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ACBയുടെ താഴേക്കാണ്, അതായത് ഫീഡറിന്റെ താഴേക്കാണ് അത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പം ഈ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി തൊട്ട് ഈ നമ്മുടെ ACBയുടെ അല്ലെങ്കിൽ നമ്മുടെ പാനൽ ബോർഡിന്റെ അല്ലെങ്കിൽ ACB വരെയുള്ള ഭാഗത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വേറെ നമ്മുടെ മീഡിയം വോൾട്ടേജ് സ്വിച്ച് ഗിയർ ആണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു എർത്ത് ഫോൾട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ആ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആ പാർട്ടിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്യൂട്ടിനെ ഇന്ററപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബ്രേക്കറിനെ ട്രിപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ റെസ്ട്രിക്റ്റഡ് എർത്ത് ഫോൾട്ട് റിലേസ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കണക്ക് ഇവിടെയും എർത്ത് ഫോൾട്ട് റിലേസിൽ നമുക്ക് സെൻസിങ് ഉണ്ട്, സെൻസിങ് CTs ഉണ്ട്. അപ്പൊ നമുക്ക് പല ടൈപ്പ് സെൻസിങ് ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റെസിജ്വൽ GF സെൻസിങ് എന്ന് പറയും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു സമ്മേഷൻ സീറ്റയുടെ കാര്യം പറഞ്ഞിരുന്നു അല്ലെ. എർത്ത് ലീക്കേജ് റിലേയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സമ്മേഷൻ സീറ്റ് അഥവാ കോർ ബാലൻസ്ഡ് കറന്റ് ട്രാൻസ്ഫോമർ ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഒറ്റ CT ആണ് നമ്മൾ ടോട്ടൽ, അത് എല്ലാ കണ്ടക്ടറും അതിലൂടെയാണ് കടന്നു പോകുന്നത്, ഒറ്റ കണ്ടക്ടറാണ് ഉപയോഗിക്കുന്നത്. അതേസമയത്ത് റെസിജ്വൽ GF സെൻസിങ് വരുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ഫേസിലും 3 സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള CTs ആണ് വരുന്നത്. അപ്പൊ ഈ ഈ 3 CTയിലൂടെയും നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ബാലൻസ് നെറ്റ്വർക്ക് ആണെങ്കിൽ എങ്ങനെയാണ്, ഒരു ബാലൻസ് നെറ്റ്വർക്കിലാണെങ്കിൽ നമ്മുടെ ഈ 3 ഫേസ് കറന്റിന്റെ സം എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു റെസിജ്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എർത്ത് ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ ഫേസിലെ കറണ്ടിന്റെ അളവ് കൂടും. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെസിജ്വൽ കറണ്ട് അപ്പൊ കൂടും അല്ലെ. അപ്പൊ ഈ ഒരു ഡിഫറൻസ് മൂലം ഉണ്ടാകുന്ന കറണ്ട് കൂടും. അപ്പൊ അതിനെ സെൻസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതിനെ ആ 3 കറണ്ടിനെ മെഷർ ചെയ്തിട്ട് അതിന്റെ റിസൾട്ടന്റ്, അതിന്റെ റെസിജ്വൽ കറണ്ട് എത്രയാണ് എന്ന് നോക്കിയിട്ട് ട്രിപ്പ് ചെയ്യുന്നതാണ് റെസിജ്വൽ GF സെൻസിങ് അല്ലെങ്കിൽ റെസിജ്വൽ GF സെൻസിങ് വഴിയുള്ള റിലേ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് കണക്ക് ഈ ഒരു അൺബാലൻസ് നെറ്റ്വർക്ക് ആണെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാര്യം ബാലൻസ് നെറ്റ്വർക്കിലാണെങ്കിൽ 3 ഫേസിലൂടെയും പോകുന്ന കറണ്ടിന്റെ അളവ് തുല്യമായിരിക്കും. അതേസമയത്ത് ആ ഒരു അൺബാലൻസ് നെറ്റ്വർക്കിലാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ കണക്ക് ആ നമ്മുടെ സിംഗിൾ ഫേസിലോട് ഏത് ഫേസിലാണോ കൂടുതൽ ഉണ്ടാകുന്നത് അവിടെ കൂടുതൽ കറണ്ട് ഫ്ലോ ഉണ്ടാകും. അപ്പൊ അവിടെയും വേണമെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഒരു കറണ്ട് ഫ്ലോ ആണ്. അപ്പം ഈ പറഞ്ഞൊക്കെ അവിടെ ഈ പറഞ്ഞ സിംഗിൾ ഫേസ് ലോഡ് കൂടുതലായതുകൊണ്ട് ഒരു ഫേസ് കൂടുതൽ ലോഡ് ആവുന്നതാണ്, കൂടുതൽ കറണ്ട് വരുന്നതാണ്. അപ്പൊ അതും ഒരു ഫോൾട്ട് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രിപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെ സിംഗിൾ ഫേസ് ലോഡ് വളരെയധികം വരുവാണെങ്കിൽ, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹാർമോണിക്സിന്റെ കാര്യവും പറഞ്ഞു.
അപ്പൊ സിംഗിൾ ഫേസ് ഇലക്ട്രോണിക് ലോഡ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹാർമോണിക് കറണ്ടും ഉണ്ടാക്കാം അല്ലെ. അപ്പൊ ഇതിനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റെസിഡ്യൂവൽ ജിയോ സെൻസിങ് വഴി ഈ റിലേ വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു എർത്ത് ഫോൾട്ട് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ അബദ്ധത്തിൽ ട്രിപ്പ് ചെയ്യാനുള്ള ചാൻസസുകളുണ്ട്, ന്യൂസൻസ് ട്രിപ്പിംഗ് ചെയ്യാനുള്ള ചാൻസസുകളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ന്യൂട്രലിലും കൂടെ ഒരു സീറ്റ്, അതാണ് നമ്മുടെ ഈ കണക്ഷൻ, അതായത് ന്യൂട്രലിലൂടെ ഒരു സീറ്റ് ഇട്ടിട്ട് നമ്മളത് ഈ പറഞ്ഞ ഈ എർത്ത് ഫോൾട്ട് റിലേയുമായിട്ട് കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ പറഞ്ഞ ന്യൂസൻസ് ട്രിപ്പിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എവിടെയാണ് അൺബാലൻസ്ഡ് നെറ്റ്വർക്കിൽ, അതായത് സിംഗിൾ ഫേസ് ലോഡിന്റെ ഈ പറഞ്ഞ പെർസെന്റേജ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ എർത്ത് ഫോൾട്ടിന് സമാനമായിട്ട് ചിലപ്പോൾ ഒരു സെയിം സിറ്റുവേഷൻ വരുന്ന അത് ന്യൂസൻസ് ട്രിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് റെസിഡ്യൂവൽ ജിയോ സെൻസിങ് എന്ന് പറഞ്ഞിട്ട്. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർ ബാലൻസ് സി ടി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് കണക്ക് സമ്മേഷൻ സി ടി, അതായത് നമ്മൾ എർത്ത് ലീക്കേജിൽ കണ്ടത് കണക്ക് കോർ ബാലൻസ് സി ടി ആണ്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ 3 ഫേസിലൂടെയും അല്ലെങ്കിൽ ന്യൂട്രലിലൂടെയും പോകുന്ന കറണ്ടിന്റെ അളവ് സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്തിട്ട് സെൻസ് ചെയ്തിട്ട് ട്രിപ്പ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ അടുത്ത ടൈപ്പ് സി ടീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേബിള് തന്നെ, അല്ലെ, കേബിളിന്റെ നമ്മൾ പറഞ്ഞു കേബിളിന്റെ ആർമർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറണ്ട് ഇൻഡക്ഷൻ മൂലം മറ്റുമൊക്കെ അതുവഴിയും കടന്നു പോകാം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു സീറ്റ് ഇട്ടു എന്ന് വെച്ചോ, സീറ്റ് ഇട്ടു, നമ്മുടെ ഈ ഫേസിലൂടെ കറണ്ട് പോകും, അതായത് നമ്മുടെ കേബിളിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്, കേബിളിന്റെ ആർമറിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഈ ഇതിനെ നമ്മൾ എർത്ത് ചെയ്യാൻ വേണ്ടി, അതായത് കേബിളിന്റെ ആർമറിനെ എർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം കേബിളിന്റെ ആർമറിനെ എർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രീൻ കളർ വയേഴ്സ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ സീറ്റിലൂടെ അല്ല എടുക്കുന്നതെന്ന് വെച്ചോ, അതായത് ഇത് നമ്മൾ ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ്, എർത്ത് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ്, അതായത് കേബിളിന്റെ ആർമറിനെ എർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഇൻ കേസ് നമ്മൾ ഇത് സീറ്റിയുടെ ഉള്ളിലൂടെ അല്ല എടുക്കുന്നതെങ്കിൽ ഈ കറണ്ട് കടന്നു പോകുന്നുണ്ട്, സീറ്റിലൂടെ കടന്നു പോകുന്നുണ്ട്, പക്ഷെ തിരിച്ച് എർത്തിലേക്ക് പോകുന്നത് ഇതിന്റെ വെളിയിലൂടെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിഫറൻസ് വന്നിട്ട് ചിലപ്പോൾ നമ്മുടെ സീറ്റ് ട്രിപ്പ് ആകാനോ അല്ലെങ്കിൽ ട്രിപ്പ് ആകാതിരിക്കാനോ അത് വർക്ക് ചെയ്യാൻ അങ്ങനെ എറർനെസ് ആയിട്ട്, അതായത് മാൽ ഫങ്ഷൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കേബിളിന്റെ ആർമറിനെ എർത്ത് ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഈ സീറ്റിലൂടെ ഇങ്ങനെ വേണം നമ്മൾ എർത്ത് ചെയ്യാനായിട്ട്. കേബിളിന്റെ ആർമർ എർത്ത് ചെയ്യുന്നതും നമ്മുടെ ഈ കോർ ബാലൻസ് സീറ്റിയുടെ ഉള്ളിലൂടെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇതൊരു ടിപ്പിക്കൽ എർത്ത് ഫോൾട്ട് റിലേ ആണ്. ഇത് നമ്മൾ പറഞ്ഞ കണക്ക് കോർ ബാലൻസ് സീറ്റി, അതായത് സമ്മേഷൻ സീറ്റി, CB ഉപയോഗിച്ചിട്ടുള്ള കണക്ഷൻ ആണ്. ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് 3 ഫേസിലും 3 ടൈപ്പ് സീറ്റ് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇവിടെ വരുന്ന ഒരു വേറെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 സീറ്റിയും 3 ഡിഫറെന്റ് സീറ്റീസ് ആണ് അല്ലെ. അപ്പൊ ഈ 3 സീറ്റിയുടെയും സെക്കൻഡറി കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആക്യുറസിയിലുള്ള ഒരു വ്യത്യാസം കൊണ്ടും ഇവിടെ ചെറിയ കറണ്ടിന്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പം അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രിപ്പിങ്ങിനെയൊക്കെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിലാണ്. പക്ഷെ നമുക്കൊരു കോർ ബാലൻസ് സീറ്റ് CB സീറ്റ് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞ കണക്ക് ഈ സീറോ ക്രോസിംഗ് കറണ്ട് മാത്രമേ ഇതിനകത്തൂടെ പ്രവഹിക്കത്തുള്ളൂ. അതായത് ഇതിന്റെ ആനുപാതികമായിട്ട് ഇംബാലൻസ് ഉണ്ടാകുന്നതിന് ആനുപാതികമായ കറണ്ട് മാത്രമേ ഇവിടെ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞ CB സീറ്റ് ആണ് കുറച്ചും കൂടെ അഭികാമ്യം. ഈ റെസിഡ്യൂവൽ കറണ്ട് ജിയോ സെൻസിനേക്കാളും കൂടുതൽ അഭികാമ്യം എന്ന് പറയുന്നത് ഈ CB സീറ്റ് വഴിയിട്ടുള്ള സെൻസിങ് ആണ്. അപ്പൊ ഇതാണ് അതിന്റെ റിലേയുടെ കണക്ഷൻസും ബാക്കി വരുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മൾ 30 മില്ലി ആംസ് അല്ലെങ്കിൽ 100 മില്ലി ആംസ് അങ്ങനെ നമ്മൾ പറഞ്ഞാണ് സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ടോട്ടൽ ഇൻപുട്ട് കറണ്ടിന്റെ എത്ര പെർസെന്റേജ് വരെ ആകാം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ലൈനിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ എത്ര പെർസെന്റേജ് വരെ എർത്ത് ഫോൾട്ട് കറണ്ട് ആകാം എന്നുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതായത് ഒരു 10% തൊട്ട് 90% ഈ റിലേയിൽ സെറ്റ് ചെയ്യാം. ഉദാഹരണം ഒരു 1000 ആംസ് ആണ് നമ്മുടെ സർക്യൂട്ടിലൂടെ കടന്നു പോകുന്നതെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ആംസ്. അപ്പൊ ഒരു 100 ആംസിന്റെ മേളിലേക്ക് എർത്ത് ഫോൾട്ട് കറണ്ട്, അതായത് ഈ പറഞ്ഞ ഈ ഡിഫറൻസ് വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഫോൾട്ട് കറണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 100 ആംസിന്റെ മേളിലാണെന്നുണ്ടെങ്കിൽ ഈ റിലേ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ഈ എർത്ത് ഫോൾട്ട് റിലേ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഈ പറഞ്ഞ ഇൻറോഷ് കറണ്ട് അങ്ങനെയുള്ള ഒരു ന്യൂസൻസ് ട്രിപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ, അതായത് 1 സെക്കൻഡ് തൊട്ട് 10 സെക്കൻഡ് വരെ നമുക്ക് ടൈം ഡിലേയും സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് 2 ടൈപ്പ് സിറ്റി കണക്ഷൻ ആണ് കണ്ടത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡ്യൂവൽ കറണ്ട് സിറ്റി കണക്ഷൻ, പിന്നെ ഒന്ന് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർ ബാലൻസ് സിറ്റി ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രലില്, അതായത് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോ ഈ ന്യൂട്രലിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സീറ്റ് ഇട്ടിട്ട് ഈ ന്യൂട്രലിലൂടെ പോകുന്ന കറണ്ട്, അതായത് ന്യൂട്രലിലൂടെയാണല്ലോ ഈ ഫോൾട്ട് കറണ്ട് ട്രാൻസ്ഫോമറിലേക്ക് വരുന്നത്.
അപ്പൊ ഇവിടെ നമുക്കൊരു CT ഇട്ടിട്ട് ഈ കറണ്ടിന്റെ അളവ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട്, അതായത് ന്യൂട്രൽ CT ഇട്ടിട്ട് ഈ കറണ്ടിന്റെ അളവ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഡിഫറൻസ് നോക്കി നമുക്ക് ട്രിപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെയാണ് നമ്മൾ NCT മെത്തേഡ് അല്ലെങ്കിൽ ന്യൂട്രൽ CT ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്രൽ CT കുറച്ചും കൂടെ വലുതാക്കിയാണ് ഞാൻ ഇപ്പുറത്ത് ഇട്ടേക്കുന്നത്. അപ്പൊ ഇതാണ് സിംഗിൾ, അതായത് ന്യൂട്രൽ CT വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ന്യൂട്രൽ CTയിൽ എന്തുമാത്രം കറണ്ട് കടന്നു പോകുന്നെന്ന് നോക്കിയിട്ട് ട്രിപ്പ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ന്യൂട്രൽ CTയിലെ വരുന്നത്. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കണക്ക് റെസ്ട്രിക്റ്റഡ് എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയും നമ്മുടെ ബ്രേക്കറിന്റെ ടെർമിനൽ വരെ, കാര്യം ഇതിന്റെ താഴേക്ക് ACB വഴി പ്രൊട്ടക്ട് ചെയ്യാം. അപ്പൊ ഈ ട്രാൻസ്ഫോമർ സെക്കൻഡറി തൊട്ട് നമ്മുടെ ഈ പാനൽ ബോർഡിന്റെ ഇൻകമർ വരെയുള്ള കേബിൾ അല്ലെങ്കിൽ ബസ് ബാർ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി ഇൻസൈഡ് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി തന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മെത്തേഡ് ആണ് ഇവിടെ. ഇവിടെ നമ്മൾ ഈ പറഞ്ഞത് കണക്ക് തന്നെ നമുക്ക് 3 ലൈൻ CTs ഉണ്ട്, ഒരു ന്യൂട്രൽ CT ഉണ്ട്. അപ്പോൾ ഈ 3 ലൈൻ CTയും ഈ ന്യൂട്രൽ CTയും തമ്മിൽ ഈ 3 ലൈൻ CTയിലൂടെ പോകുന്നതിന്റെ സമ്മ് 0 ആയിരിക്കണം, അല്ലെ? അല്ലെങ്കിൽ അതിന് അനുപാതികമായിട്ടായിരിക്കണം നമുക്ക് ഈ പറഞ്ഞ ന്യൂട്രൽ CTയിലുള്ള കറണ്ട് ഫ്ലോ. അപ്പൊ ഇതിനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ഈ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരുവാണെങ്കിൽ, എർത്ത് ഫോൾട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നാച്ചുറലി എന്ത് പറ്റുന്നത്, ഒരു എർത്ത് ഫോൾട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഈ ന്യൂട്രൽ CTയിലൂടെയുള്ള കറണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിന്റെ ഈ പറഞ്ഞ ഈ കറണ്ടിന്റെ ഡിഫറൻസ് ആണ് ന്യൂട്രലിലൂടെ ആക്ച്വലി ഒഴുകേണ്ടത്. അപ്പൊ അതിനേക്കാൾ ഒരു ഫോൾട്ട് വരുമ്പോഴത്തേക്ക് അതിനേക്കാളും കൂടുതൽ അളവ് കറണ്ട് ആയിരിക്കും ന്യൂട്രൽ CTയിലൂടെ ഒഴുകുന്നത്. അത് കണ്ടെത്തി ഈ പറഞ്ഞ ട്രിപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ റെസ്ട്രിക്റ്റഡ് എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ REF പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എർത്ത് ഫോൾട്ട് റിലേസ് എന്ന് പറയുന്നത്. അത് പഴയ നമ്മുടെ മെക്കാനിക്കൽ റിലേ ആണ്, ഇലക്ട്രോ മെക്കാനിക്കൽ റിലേസ് ആണ്. ആൾസ്റ്റോമിന്റെ CDG11 CDG31 എന്നൊക്കെ പറഞ്ഞിട്ട് ഓവർ കറന്റ് എർത്ത് ഫോൾട്ട് റിലേ, അത് പഴയ മെക്കാനിക്കൽ ടൈപ്പ് റിലേ ആണ്. പിന്നെ നമുക്ക് സ്റ്റാറ്റിക് റിലേസ് ഉണ്ട്, ഇലക്ട്രോണിക് റിലേസ് ഉണ്ട്, മൾട്ടി ഫംഗ്ഷൻ റിലേസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ കറന്റ് പ്ലസ് എർത്ത് ഫോൾട്ട് രണ്ടും കൂടി തരുന്ന റിലേസ് ഉണ്ട്. ഇത് L&Tയുടെ സ്റ്റാറ്റിക് റിലേ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക്കലി വരുന്ന എർത്ത് ഫോൾട്ട് റിലേസ്. അപ്പൊ നമ്മളൊക്കെ എർത്ത് ലീക്കേജ് നമ്മൾ നോക്കി, എർത്ത് ഫോൾട്ട് നോക്കി. എർത്ത് ലീക്കേജ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എർത്ത് ലീക്കേജ് റിലേ ഉപയോഗിക്കുന്നത്. എർത്ത് ഫോൾട്ട് റിലേ എന്ന് പറയുന്നത് നമ്മുടെ എക്യുപ്മെന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന് 3 പാർട്ടാണുള്ളത്. സെൻസിങ് പാർട്ടുണ്ട്, അതായത് നമ്മുടെ CT ആണത് സെൻസ് ചെയ്യുന്നത്, റിലേ ആണത് പ്രോസസ് ചെയ്ത് കമാൻഡ് ട്രിപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രേക്കറിന് ട്രിപ്പിംഗ് സിഗ്നൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ ട്രിപ്പിംഗ് കമാൻഡ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിലേ ആണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ ഷണ്ടോ അല്ലെങ്കിൽ UVO വെച്ചിട്ട് നമുക്ക് ആ ബ്രേക്കറിനെ ട്രിപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എർത്ത് ഫോൾട്ട് നിന്ന് നമുക്ക് സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ആളിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും.